കുഞ്ഞുമക്കളെ, മക്കളുമാരെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആൻറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഒരു റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വണ്ടി ഉണ്ടോ നോക്കണം. ആ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കണം. വെരി ഗുഡ്. പിന്നെ ഏതാ? ആ നമ്മുടെ നേർക്ക് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ആ കാറുകളോ വണ്ടികളോ ബൈക്കുകളോ ബസ്സുകളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ വണ്ടി ഓടിക്കുന്നവരെന്തൊക്കെ ശ്രദ്ധിക്കണം? ആ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കരുത് അല്ലേ? ആ വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. കുഞ്ഞിനൊരു സമ്മാനം കൂടെ കൊടുക്കുവാണേ. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ 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 സൂപ്പർ. ആ ഫോൺ വിളിച്ചോണ്ട് വണ്ടി ഓടിക്കരുത്, അത് വളരെ അപകടകരമാണ്. എന്തോ കേട്ടില്ല? ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. വെരി ഗുഡ് സൂപ്പർ. ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം സാറേ കാർ ഓടിക്കുമ്പോൾ. വെരി ഗുഡ് സൂപ്പർ. ആ അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ നമ്മുടെ കൊച്ചു മിടിക്കേക്ക് ഹെപ്സി വെക്കുതാ. ആ ഏതാ? മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. സൂപ്പർ വെരി ഗുഡ് വെരി ഗുഡ്. ആ പിന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോ എന്താ ശ്രദ്ധിക്കണ്ടേ? വണ്ടി വരുന്നോ നോക്കണം. പിന്നെ ആ എന്തോ ആ ആ സിഗ്നൽ നോക്കണം. പിന്നെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓട്ടം, പുകവലി. അത് മാത്രമല്ല, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് നോക്കി ക്രോസ് ചെയ്യണം? സീബ്ര ലൈൻ നോക്കി ക്രോസ് ചെയ്യണം അല്ലേ? സീബ്ര ലൈൻ എങ്ങനെ ഇരിക്കും? വെള്ള കളറില് റോഡിന്റെ നടുക്ക് ക്രോസ് ചെയ്യുമ്പോ അല്ലേ? ആ ഇങ്ങനെ 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 ഇരിക്കും അല്ലേ? ഈ ഭാഗത്തൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പോകാൻ പാടുള്ളൂ. ഈ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഞാൻ ചോദിക്കാം, ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. എന്തൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോഴും ഒരു വണ്ടി ഓടിക്കുമ്പോഴും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അപകടം പറ്റാതിരിക്കാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരാൺകുട്ടിയെ സംബന്ധിച്ച് വേറെയും പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനില്ലേ? ഉണ്ട്. ശരീരഭാഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിടുന്നത്? ഡ്രസ്സൊക്കെ ഇടുന്നത് അല്ലേ? ശരീരഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണാതിരിക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളാ? നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ അല്ലേ? സ്വകാര്യ ഭാഗങ്ങളുണ്ട്, നമുക്ക് പുറമേ കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന 2-3 ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞേ. കൈ. വെരി ഗുഡ് സൂപ്പർ. പിന്നെ ഏതാ? മുഖം മുഖം. വെരി ഗുഡ്. പിന്നെ കാല്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ശരി 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 ശരി. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാൻ പറ്റുന്ന ശരീരഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ സ്വകാര്യമായിട്ടുള്ള ശരീരഭാഗങ്ങളില്ലേ നമുക്ക്? ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെയാ അത്? ഏതാ? ഏതാ? നാണക്കേട് വിചാരിക്കണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഉണ്ട് കേട്ടോ. എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? സ്വകാര്യമായിട്ടുള്ള ശരീരഭാഗങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയാ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ശരീരഭാഗങ്ങൾ? പടത്തില് ശരിക്കും നമുക്ക് 4 പ്രധാന സ്വകാര്യ ഭാഗങ്ങളാണ് ഉള്ളത്. 4 എത്രയാണുള്ളത്? 4. എത്രയാണ് മക്കളെ? കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. എത്ര എണ്ണമാണുള്ളത്? 4. ഒന്നാമത്തെ ശരീരഭാഗമാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ലിപ്സ്. ഏതാ? ചുണ്ട്. ഏതാ? നമ്മുടെ ചുണ്ട്. ഇത് കാണാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിലും ഇത് നമ്മളുടെ എന്തിൽ ഒന്നാണ്? നമ്മുടെ സ്വകാര്യ ശരീര ഭാഗമാണ്. ഏത്? ചുണ്ടുകൾ അല്ലേ? നമ്മുടെ ചുണ്ടുകൾ. രണ്ടാമത്തെ ശരീരഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ശരീരഭാഗമാണ് എന്തെന്ന് പറയുന്നത്?
നമ്മുടെ ബട്ടക്സ്. അടുത്ത പാർട്ട് ഏതാ? കാലുകൾ. രണ്ട് കാലുകളുടെ ഇടയിൽ. അപ്പോൾ എത്ര ശരീരഭാഗങ്ങളാണ് നമുക്കുള്ളത് സ്വകാര്യമായിട്ടുള്ളത്? 4. ഏതൊക്കെയാണ്? ലിപ്സ്, ചുണ്ടുകള്, പിന്നെ വേറെ ഏതാണ്? ചെസ്റ്റ്, പിന്നെ ബട്ടക്സ്, പിന്നെ രണ്ട് കാലുകൾക്ക് ഇടയിൽ, ഇൻ ബിറ്റ്വീൻ 2 legs അല്ലേ, രണ്ട് കാലുകൾക്ക് ഇടയിൽ. അപ്പോൾ 4 ശരീരഭാഗങ്ങളാണുള്ളത്. മോൻ പറഞ്ഞു ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. കുഞ്ഞു പറഞ്ഞു അവിടങ്ങളിലൊന്നും ബാഡ് ടച്ച് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടോ അനുവാദം കൂടാതെ ആർക്കും ഈ ഭാഗങ്ങളിൽ തൊടാൻ പാടില്ല. അത് എത്ര പ്രായം കുറഞ്ഞ കുഞ്ഞാണെങ്കിലും എത്ര പ്രായം കൂടിയ ആളാണെങ്കിലും നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ അനുവാദം കൂടാതെ മോശമായോ അല്ലാതെയോ തൊടാനായിട്ട് പാടില്ല. അങ്ങനെ തൊട്ടാൽ നമ്മൾ എന്ത് പറയണം? നോ പറയണം. ഒരു കുഞ്ഞ് ഓടി വന്ന മക്കളെ എൻ്റെ അടുത്തോട്ട്. ഒരാൾ വന്നു മിടുക്കി കുഞ്ഞ് വന്നു കേട്ടോ. മിടുക്കി കുഞ്ഞ് വന്നു. നമ്മൾ മാതാപിതാക്കളുടെ ശ്രദ്ധിക്കാം. നമ്മൾ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വീടുകളിൽ ഏൽപ്പിച്ചിട്ട് പോകാം. നമ്മുടെ അസാന്നിധ്യത്തിൽ മറ്റൊരു വീട്ടിൽ പോകുന്നതായിരിക്കാം. നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ വീട്ടിൽ മറ്റൊരാൾ വരുന്നതായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ അനുവാദം കൂടാതെയോ നമ്മൾ ഇരിക്കുമ്പോഴോ ആവശ്യമില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വകാര്യമെന്ന് നമ്മൾ പറയുന്ന ഈ പാർട്സുകളിൽ മോശമായ രീതിയിൽ തൊടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ഈ നെറ്റിയിൽ ഒരാൾ തൊട്ടു. നെറ്റിയിൽ ഞാനിവിടെ ഒരു ആൻറ്റിയാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങളുടെ ഈ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ടു. നല്ല ടച്ചാണോ? നല്ല തൊടലാണോ ഇത്? അതെ, ആണോ? അതെന്താ അങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞേ? നല്ല തൊടലല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ഒക്കെ തലയിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് തൊടുന്നത്? നല്ലതായത് അല്ലേ? സ്നേഹം കൊണ്ട് തൊട്ടതല്ലേ അല്ലേ? ഇപ്പോഴോ ഇതാണോ? നല്ലതാണ്. ഇതാണ് അല്ലേ? ഞാൻ ഇങ്ങനെ ഒന്ന് തൊട്ടാലോ? ചുണ്ടേല് ഞാൻ ഈ ചുണ്ടേലൊരു ഉമ്മ കൊടുത്താലോ? നല്ലതാണോ? അമ്മമാര് പറഞ്ഞ നല്ലതാണോ? ഞാൻ ചുണ്ടേലൊന്ന് കടിച്ചാലോ? നല്ലതാണോ? അല്ലല്ലോ. ആണോ? ഇനി ഞാൻ ഈ കുഞ്ഞിൻ്റെ ഇവിടെ നിന്ന് പുറകിലൊന്ന് ഞാൻ തൊട്ടു ഇങ്ങനെ. നല്ലതാണോ? ഈ ചുമ്മാ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഇങ്ങനെ നല്ലതാ. ഇങ്ങനെ ജസ്റ്റ് തൊട്ടതല്ലേ ഉള്ളൂ അല്ലേ? ഇനി ഞാൻ കുഞ്ഞിൻ്റെ ഇവിടെ ഈ പുറവശത്തൊന്ന് തൊട്ടു. നല്ലതാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ അങ്ങ് തൊട്ടു. നല്ലതാണോ? അല്ല, ഞാൻ കുഞ്ഞിൻ്റെ ഇവിടെ ഒന്ന് തൊട്ടു. നല്ലതാണോ? ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തിരുമി. നല്ലതാണോ? ആണോ? പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും നല്ലതാണോ മക്കളെ? നിങ്ങളുടെ ശരീരത്തിൽ ഈ ഭാഗത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അന്നേരം എന്താ ചെയ്യണ്ടേ? അവിടുന്ന് ഓടിക്കോണം. ഓടമാട്ടേൻ പിന്നെന്ത് ചെയ്യും? ഓടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അന്നേരം ടുടുന്നും പറഞ്ഞോണ്ട് ഓടിക്കോണം. പിന്നെ നമ്മൾ ഇങ്ങനെ തൊട്ട് ഇവിടെ തൊട്ടാലോ? ബിഗ് നോ പറയണം അല്ലേ? അവിടെ തൊടാൻ പാടില്ല. എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. തൊട്ടു പോകരുതെന്ന് പറയണം അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അത് നല്ലതാണോ ചീത്തയാണോ? ആണോ? അപ്പോൾ ഇനി ഇവിടുന്ന് തൊട്ടിട്ട് താഴോട്ട് വന്നു. രണ്ട് കാലുകളുടെ ഇടയിലൊക്കെ ഒന്ന് തടവിയാലോ? ബിഗ് നോ പറയണം. എന്നെ അവിടെ തൊടരുതെന്ന് പറയണം. അവിടുന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കണം അല്ലേ? ഇനി ഒരാൾ വന്നിട്ട് കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ തൊട്ടു. വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ ഇങ്ങനെ തൊട്ടു. അതെന്താ? ഞാൻ സാധാരണ തൊടുന്ന പോലെയല്ലേ തൊട്ടോളൂ? യെസ് ആണോ? ഞാൻ ഇങ്ങനെ നോ. എന്തുകൊണ്ടാ?
അങ്ങനെ തടവാൻ പാടില്ല നമ്മുടെ ശരീരത്തിൽ, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള തടവലുകളും എന്ത് തന്നെയാണ്? തെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ മോശമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നമ്മൾ ആരെങ്കിലും തൊട്ടാൽ എന്ത് പറയണം? നോ പറയണം, അല്ലേ? നോ പറയുകയും ചെയ്യണം. പിന്നെ അവിടുന്ന് എന്ത് ചെയ്യണം? അവിടുന്ന് ഓടിപ്പോണം, അല്ലേ? ഓടിപ്പോയിട്ട് എവിടെ പോണം? നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള 5 പേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിനൊക്കെ മുമ്പ് മനസ്സിൽ തീരുമാനം എടുക്കണം. ഞാനിത് ചെന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് കിട്ടും, ഇയാളോട് ഇത് ചോദിക്കും, അല്ലെങ്കിൽ ഇതിന് തക്ക മറുപടി കൊടുക്കുമെന്ന് വിശ്വാസമുള്ള 5 പേരുടെ പേര് മനസ്സിൽ കുറിച്ചിടണം. എന്ത് ചെയ്യണം? മനസ്സിൽ കുറിച്ചിടണം. കുറിച്ചിട്ടിട്ട് അവരോട് പോയി നമ്മൾ എന്ത് ചെയ്യണം? ഇത് പറയണം. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പറഞ്ഞിട്ട് അവരെ വിളിക്കണം, അവരോട് പറയണം ഇതല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ 5 പേരുടെ പേര് നിങ്ങൾ മനസ്സിൽ പെട്ടെന്നൊന്ന് ഓർത്തേ. 5 പേര്. അപ്പനെ വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൻ്റെ പേര് മനസ്സിൽ വയ്ക്കാം. അമ്മയുടെ പേര്, അമ്മയെ വിശ്വാസമാണെങ്കിൽ അമ്മയുടെ പേര് മനസ്സിൽ വയ്ക്കാം. ടീച്ചറെ വിശ്വാസം ഉണ്ടെങ്കിൽ ടീച്ചറിൻ്റെ പേര് മനസ്സിൽ വയ്ക്കാം. ഈ ചർച്ചിലെ പാസ്റ്ററങ്ങളുടെ വിശ്വാസമാണെങ്കിൽ പാസ്റ്ററുകളുടെ പേര് മനസ്സിൽ വയ്ക്കാം. ഇവിടുത്തെ പാസ്റ്ററുകളുടെ ആൻറ്റിയെ വിശ്വാസമാണെങ്കിൽ ആൻറ്റിയുടെ പേര് മനസ്സിൽ വയ്ക്കാം. അങ്ങനെ 5 പേരുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊന്ന് കൊണ്ടുവന്നോ? ആരൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ, അവരവരുടെ തീരുമാനങ്ങൾ. അല്ല, ഒച്ചത്തിൽ പറഞ്ഞോ, എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞോ. ആരൊക്കെയാ? അച്ഛൻ. പറഞ്ഞു. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ പ്ലാൻ ചെയ്ത് വേണം പറയാൻ. പിന്നെ 5 പേരുടെ കാര്യങ്ങൾ, പേരുകൾ എപ്പോഴും എവിടെ ഉണ്ടായിരിക്കണം എന്നറിയാവോ? നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സുരക്ഷിതം അല്ല എന്ന് തോന്നിയാൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാവോ? ഓടിപ്പോകുന്നത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് മൊബൈൽ ഫോണിൽ മോശകരമായിട്ടുള്ള, അതായത് ഡ്രസ്സൊന്നും ഇടാത്ത ഏതെങ്കിലും ഫോട്ടോകളോ വീഡിയോകളോ കാണിച്ചാൽ അത് കണ്ടോണ്ടിരിക്കണോ? പിന്നെ അത് തെറ്റാണെന്നും പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യണം? ഓടിപ്പോണം. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ആളുകൾ ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്തെങ്കിലും തന്നാൽ മേടിച്ച് കഴിക്കുവോ? ഉറപ്പാണോ? എത്ര വില കൂടി ഐസ്ക്രീം തന്നാലും കഴിക്കുവോ? അല്ലെങ്കിൽ ഇങ്ങനെ പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യരുത്? കഴിക്കാൻ പാടില്ല. വലിയൊരു എന്ത് പറയണം? നോ, എനിക്കത് വേണ്ട എന്ന് നമ്മൾ പറയണം. ഇനി ഒരു കാര്യം കൂടെ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും വീടുകളിൽ ആക്കിയിട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടുന്ന് എന്തെങ്കിലും മോശമായിട്ട് അവർക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പിന്നീട് മുൻകൂട്ടി അത് ചിന്തിച്ച് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ എൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.